ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 2 അതിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെന്റ്. നമുക്ക് ഒരു മാർക്ക് മിനിമം കിട്ടാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ഇന്ന് അതിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി തന്നെ പഠിക്കാൻ പോവുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റി ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്സ് ആണത്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ധാരാളം ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്രയും ക്ലാസ് തരുന്നത് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ തന്നെയാണ്. ഇപ്പോഴേ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷ എഴുതുമ്പോൾ മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം, അല്ലെ? അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? കാര്യനിർവഹണം ഏകദേശം നടത്തുക, അല്ലെങ്കിൽ ഭരണം നടത്തുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. മാനേജ്മെന്റിന്റെ മീനിങ്ങും വളരെ സിമിലർ തന്നെയാണ്. രണ്ടും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക, ആൾക്കാരെ മാനേജ് ചെയ്യുക, ഭരണം നടത്തുക എന്നൊക്കെയാണെങ്കിൽ ഭരണസമിതി നിയന്ത്രിക്കുക, അതൊക്കെ തന്നെയാണ് രണ്ട് വാക്കുകളുടെയും മീനിങ്. മലയാളത്തിൽ പറയുമ്പോൾ ഇതിന് വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഈ രണ്ട് വാക്കുകളും ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഓരോന്നിന്റെയും ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എഗെയിൻ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് സമഗ്രമായി തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകളും ഫ്രീ കണ്ടന്റും ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒന്ന് തിരിച്ചു പോവാം, അല്ലെ? മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. പൊതുവെ പറയുമ്പോൾ ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇത് എവിടെയാണെന്നറിയോ പൊതുവെ നടക്കുന്നത്? ഈ ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഒരു 10 എംപ്ലോയീസ് അല്ലെങ്കിൽ 10-20 എംപ്ലോയീസ് മാത്രമുള്ള ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ 2, 3, 4, 5 ആൾക്കാരുള്ള ഓർഗനൈസേഷൻസ്, അവിടെ മാനേജർ തന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ പണി നോക്കും, അഡ്മിനിസ്ട്രേറ്റർ തന്നെ മാനേജറുടെ പണി നോക്കും. അവിടെ ഈ രണ്ട് വാക്കുകളും ഒരൊറ്റ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? പക്ഷേ വലിയ വലിയ ഓർഗനൈസേഷൻസിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും രണ്ടും രണ്ട് ടൈപ്പ് ആൾക്കാരായിരിക്കും ഹാൻഡിൽ ചെയ്യുക. എഗെയിൻ ഇതൊരു സയന്റിഫിക് ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ബിക്കോസ് ഇത് ഗ്രാവിറ്റി, അതൊരു സയന്റിഫിക് ടേം ആണ്. കൃത്യമായി അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാവിറ്റിയെ പറ്റി ആർക്കും തർക്കമില്ല. പക്ഷെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈ രണ്ട് ടോപ്പിക്സിനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, നിർവചനങ്ങളാണ് പല കാലഘട്ടത്തിലും പലരും പറഞ്ഞിട്ടുള്ളത്. ജനറലി സ്പീക്കിംഗ്, അതായത് ഈ ഒരു ടോപ്പിക് നമ്മൾ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് വഴിയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ടും ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ടും. ഇവർ രണ്ടുപേരും പറയുന്ന പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇപ്പൊ ഒരിടത്ത് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊരു വെബ്സൈറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ മെറ്റീരിയൽസ് ആണ്. ആ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളിത് പഠിപ്പിക്കുന്നു, നിങ്ങൾ ഇനിയിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഗൂഗിൾ കിടക്കുക. അതുകൊണ്ട് PSC നോക്കുന്നത് എപ്പോഴും ഇഗ്നോ അടക്കമുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളായിരിക്കും അവരുടെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ. നമ്മൾ അത് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ജനറലി സ്പീക്കിംഗ് നമ്മൾ പറയുന്ന കാര്യമാണ്, അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ച് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് കുറച്ച് ഹയർ ലെവലിൽ നിൽക്കുകയും മാനേജ്മെന്റ് കുറച്ച് ലോ ലെവലിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ഒരു ഓർഗനൈസേഷനകത്ത് ഏറ്റവും ടോപ്പ് ലെവൽ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് കണക്കാക്കുക. ബോട്ടം ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ ആൾക്കാരെ മാനേജേഴ്സ് ആയിട്ട് കണക്കാക്കും. ഇതാണ് അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്. വെച്ച് ഓർത്തിരിക്കാം. അമേരിക്കയിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കൊമ്പത്തുള്ള ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ താഴെയുള്ള ആൾക്കാർ മാനേജേഴ്സ് ആയിരിക്കും, പിന്നെയുള്ള സ്റ്റാഫുകൾ, എംപ്ലോയീസ് അങ്ങനെ പോകും. പക്ഷെ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നേരെ ഉൾട്ടയാണ്. അവിടെ മാനേജേഴ്സ് ആണ് ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് താഴെയുള്ള ആൾക്കാർ. ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട് എടുക്കുമ്പോൾ എന്താ അതിന്റെ അവസ്ഥ? മാനേജേഴ്സ് ആണ് ടോപ്പ് ലെവൽ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് താഴെ ലെവൽ. ഇതിനകത്ത് ഏതാ നമ്മൾ പഠിക്കേണ്ടത്? ഇഗ്നോ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അല്ലെങ്കിൽ ഇഗ്നോയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്, നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ കാണുന്നത് അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് റെഫറൻസ് ആയിട്ട് വെക്കുന്നത് അമേരിക്കൻ സിദ്ധാന്തമാണ്. നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത അവിടെ തന്നെയാണ്. ഇൻ കേസ്
ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ പോലും ഇവിടെ പഠിക്കുന്നതിനൊന്ന് റിവേഴ്സ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ ഉത്തരം കിട്ടും. സോ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, മറ്റൊന്ന് ഉത്തരം നമുക്ക് കിട്ടും. അതാണ് അതിന്റെ ബ്യൂട്ടി. സോ സ്മാർട്ട് ആയിട്ട് പഠിക്കുക, വെറുതെ കാണാപ്പാഠം പഠിക്കാതെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് സ്മാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ നോക്കി പോവാം. ഇതൊരു ഫൗണ്ടേഷൻ ക്ലാസ് പോലെ കണ്ടാൽ മതി, ഇതിനേക്കാൾ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. ഏതൊർ വേ ഈ ഒരു ഓർഗനൈസേഷന്റെ രണ്ട് പ്രധാനപ്പെട്ട തൂണുകളാണ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും. മാനേജ്മെന്റ് ഇല്ലാതെ അഡ്മിനിസ്ട്രേഷൻ നിലനിൽപ്പില്ല, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇല്ലാതെ മാനേജേഴ്സിനും സസ്റ്റെയിൻ ചെയ്യാനോ സർവൈവ് ചെയ്യാനോ ഒക്കില്ല, അവർക്ക് നിലനിൽപ്പില്ല. പക്ഷേ ഇവർ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് നമ്മളിപ്പം കണ്ടു. അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്, മാനേജേഴ്സ് ആണ് കുറച്ച് ലോവർ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ മാനേജ്മെന്റ് സർവീസ് എന്നല്ല. അല്ലെങ്കിൽ MBA അല്ലെ, MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. MBA അത് മാസ്റ്റർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്, MBM അല്ല. അതുകൊണ്ട് ഇന്ത്യയിലും നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവലിലും മാനേജ്മെന്റ് താഴെ ലെവലിലാണ്. അപ്പൊ നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് ഓൾറെഡി പരിചയമുള്ള കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് വേണം സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ എപ്പോഴും പഠിക്കാൻ. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചിൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് പ്രിലിംസ് കഴിഞ്ഞ് നമുക്കൊന്നും പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് ഉൾക്കൊള്ളുക. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നു തുടങ്ങും. ഇതുപോലെ ചെറിയ ചെറിയ ചങ്കുകളായിട്ടായിരിക്കും തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ അത് കവേർഡായി പൊക്കോളും, കുറെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവേർഡായി പൊക്കോളും. പ്രിലിംസിന് മുമ്പ് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് പ്രധാനപ്പെട്ട പല ഏരിയാസ് നിങ്ങൾ കവേർഡ് ആവും. അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയോ വേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമുക്കിനി ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കുമല്ലോ. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഓരോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു പോവാം. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, ഒരു ഓർഗനൈസേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ടി എടുക്കുക. കാര്യം ഈ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബിസിനസ് എന്റർപ്രൈസ്, ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇവിടെ എല്ലായിടത്തും ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണിത്. ഓക്കെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ മാത്രമല്ല ഇത് വരുന്നത്. നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കാം. വലിയ വലിയ നേതാക്കന്മാർ എന്ത് ചെയ്യും? ബുദ്ധിജീവികളാണ്. അപ്പൊ അവര് ചിന്തിക്കും, അവരാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ. പക്ഷെ പണിയെടുക്കുന്ന എപ്പോഴും അണികളായിരിക്കും, താഴേക്കിടയ്ക്ക് എടുക്കുന്ന ആൾക്കാരായിരിക്കും പണിയെടുക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ബേസിക്കലി ചെയ്യുന്നത് തിങ്കിങ് ഫംഗ്ഷൻ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് ആണ്, തിങ്കിങ് ഫംഗ്ഷൻ. അവർ ചിന്തിക്കുവാണ് ചെയ്യുന്നത്. അവർ ചിന്തിക്കും, പോളിസികൾ, നയങ്ങൾ രൂപീകരിക്കും, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ്, ബൈലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് ബിസിനസിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ അവർ ഡിസൈഡ് ചെയ്യുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നത് താഴേക്കിടയ്ക്കുന്ന അണികളാണ്. അതാണ് മാനേജ്മെന്റിനെ നമ്മൾ വിളിക്കുന്നത് ഡൂയിങ് ഫംഗ്ഷൻ എന്നാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ചിന്തിക്കുന്നത്, മാനേജേഴ്സ് ആണ് ഡൂ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അദ്ദേഹം അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന്റെ കാര്യങ്ങൾ, പല എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ പലതും തീരുമാനിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ആരായിരിക്കും? അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും പോലീസും ഒക്കെ ആയിരിക്കും അത് നടപ്പിൽ വരുത്തുന്നത് അല്ലെ. യെസ്, അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ ജനറലി സ്പീക്കിംഗ് നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു ടോപ്പ് ലെവൽ ആക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷൻ ഒരു 10 കൊല്ലത്തിനകം എന്തൊക്കെ ചെയ്യണം, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടും പ്ലാൻ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. മാനേജേഴ്സ് എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആ വിഷൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഇല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നിലനിൽപ്പില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ പണി എല്ലാം എടുക്കുന്ന ഒരാളായിരിക്കും, മനസ്സിലായല്ലോ. അഡ്മിനിസ്ട്രേറ്റർ തന്നെ ആയിരിക്കും മാനേജറിന്റെ പണി എടുക്കുക, മാനേജർ തന്നെ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്ററിന്റെയും പണി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മാനേജേഴ്സിന്റെ കേസ് എന്താ നമ്മൾ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ സെറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് പ്രാവർത്തികമാക്കുക, അക്കോംപ്ലിഷ് ചെയ്യുക എന്നുള്ള പണിയാണ് മാനേജേഴ്സ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാനേജേഴ്സ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്, കാര്യനിർവഹണം എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഗവൺമെന്റിലാണെങ്കിൽ പാർലമെന്റ് നിയമം പാസ്സാക്കുന്നു, ആ നിയമം എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് ആണ്, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മാനേജ്മെന്റ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് പോളിസിയാണ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുക എന്നുള്ള പ്രോസസ്സാണ് അവർ ചെയ്യുന്നത്.
പക്ഷെ ഇതിന്റെ ഒക്കെ കൺട്രോൾ, അവസാനത്തെ ഒരു പിടി ആരുടെ കയ്യിലാ? മാനേജേഴ്സിന്റെ കയ്യിലാണ്. എല്ലാ നൂലിന്റെയും കടിഞ്ഞ, അല്ലെ എല്ലാത്തിന്റെയും കടിഞ്ഞ ആരുടെ കയ്യിലാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കയ്യിലാണ്, അല്ലെ? സോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. മാനേജേഴ്സിന്റെ അണ്ടറിൽ കുറെ എംപ്ലോയീസ് കാണും, അവരാണ് കാര്യങ്ങളൊക്കെ മാനേജേഴ്സിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഒരു ഡെഫിനേഷൻ പെർസ്പെക്റ്റിലേക്ക് പോവാം. ഡെഫിനേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റിന്റെ ഒറ്റ വാക്കിലേക്ക്, മാനേജ്മെന്റിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതൊരു കലയാണ്, അല്ലെ? മാനേജ്മെന്റ് ഒരു കലയാണ്. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മാനേജർ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മാനേജർ, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഏറ്റവും പവർഫുൾ മാനേജർ ആരായിരിക്കും? അവിടെ ചീഫ് മിനിസ്റ്റർ ആണ്. ചീഫ് മിനിസ്റ്റർ ആണ്. കാര്യം അത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ ഒന്നിച്ചു നിർത്തുക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അത് വലിയൊരു കഴിവാണ്. അപ്പൊ മാനേജ്മെന്റിന്റെ ബേസിക് ഫംഗ്ഷൻ ഇസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അല്ലെ? ഏറ്റവും വലിയ സമ്പത്താണ് മനുഷ്യ വിഭവം, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ മനുഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി പരിശ്രമിക്കുക. ഇപ്പൊ മഹാത്മാഗാന്ധി അടിപൊളി മാനേജർ ആയിരുന്നു, അല്ലെ? എത്ര ലക്ഷം ആൾക്കാരെ ഇതുപോലെ ഒന്നിച്ച് ചേർത്താണ് അദ്ദേഹം ഫ്രീഡം മൂവ്മെന്റ് ലീഡ് ചെയ്തത്. അത്രയുള്ള കാര്യം. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ is concerned with determination of overall objectives and policies of the enterprise. ഒരു എന്റർപ്രൈസിന്റെ ഓവറോൾ പോളിസികൾ, ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അത് ഇതിൽ വരുത്തുന്നത് മാനേജേഴ്സ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഗാന്ധിജി, അല്ലെ? ഇവരൊക്കെ ഒരേ സമയം മാനേജേഴ്സും ആണ്, ഒരേ സമയം അഡ്മിനിസ്ട്രേറ്റേഴ്സും ആണ്. ഞാൻ പറഞ്ഞു, ഇത് തമ്മിലൊരു കട്ട് ആൻഡ് ട്രയൽ, ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ പോസിബിൾ അല്ല. നമ്മൾ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് ഇതെല്ലാം പഠിക്കുന്നത്. പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റിലുള്ള ഒരാളുടെ പേരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പൊ എക്സിക്യൂഷൻ മാനേജറുടെ പണിയല്ലേ, പിന്നെ ഇയാൾ അങ്ങനെ ടോപ്പിലെത്തിയെന്ന് ചോദിക്കില്ല. കാര്യം ഇത് തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ്. ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ കൂടെ ഒന്ന് ഇരിക്കാം, നമ്മൾ കുറച്ചൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ ഇതോടുകൂടി തീർന്നോളും. മോഡേൺ കോൺസെപ്റ്റില് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വേർതിരിവില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നാണ്. PSC സിലബസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കുകയാണെന്നേ ഉള്ളൂ. മോഡേൺ തിയറിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ആണുള്ളത്. ഇതാണ് ടോപ്പ് ലെവൽ. ഇവർക്ക് താഴെയാണ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് വരുന്നത്. ക്ലിയർ ആയോ? ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നൊക്കെ പറയും. ഇവരാണ് ടോപ്പ് ലെവൽ. ഇവര് കുറച്ച് താഴേക്ക് മിഡിൽ ലെവലോ ബോട്ടം ലെവലോ ആയിരിക്കും ഓപ്പറേറ്റീവ് മാനേജേഴ്സ് വരിക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം പഠിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇന്ന് നമ്മൾ വിളിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജേഴ്സ് എന്നാണ്. മനസ്സിലാക്കുക. അവർ രണ്ട് പണി എടുക്കുന്നുണ്ട്. മാനേജറുടെ പണി എടുക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്ററിന്റെ പണി എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച മാനേജേഴ്സിനെ ഇന്ന് വിളിക്കുന്നത് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നാണ്. ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്നാണ് അവർ വിളിക്കുന്നത്, ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. അപ്പൊ ഇതാണ് വസ്തുത. അപ്പം ഇത് മനസ്സിലിരിക്കുക. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ഔട്ട്ഡേറ്റഡ് കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മളങ്ങ് പഠിക്കുവാണെന്ന് തന്നെ കരുതി അങ്ങ് ചെയ്താൽ മതി. ബിയർ വിത്ത് മീ. ഓക്കെ, ഇനി നമുക്ക് മാനേജ്മെന്റിന്റെ 1 by 1 ഡിഫറൻസസ് ഓരോന്നായി നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എഗെയിൻ ഗൂഗിളിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് പല വെബ്സൈറ്റിലും കിടക്കുന്നത്. പക്ഷെ PSC റെഫർ ചെയ്യുന്ന എപ്പോഴും യൂണിവേഴ്സിറ്റി മെറ്റീരിയൽസ്, ഇഗ്നോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ജാർഖണ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മെറ്റീരിയൽ ഈ കാര്യത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് നോക്കുക, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് തന്നെ നോക്കുക. അല്ലാതെ പ്രൈവറ്റ് അല്ലെങ്കിൽ പെയ്ഡ് യൂണിവേഴ്സിറ്റീസ് ഞങ്ങൾ എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഡിമാർക്കേഷൻ പറയാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടത് ഒരു ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നയരൂപീകരണം, പോളിസി പ്ലാനിങ്, അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ്, ഒരു കമ്പനിയുടെ ടാർഗറ്റ് എത്ര വേണം, അത് എത്ര വേണം, ഇത് എത്ര വേണം എന്നൊക്കെയുള്ള പ്ലാൻസ് അവരിടുന്നു. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇപ്പൊ സിവിൽ സർവൻസ് അവര് പോളിസി, ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ പോകുന്ന ആൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഈ പോളിസി ഫോർമുലേഷൻസിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന് റോൾ ഉണ്ട്. നിങ്ങൾ തുടക്കത്തിൽ കയറുന്ന മാനേജ്മെന്റ് സൈഡിലാണ്.
പിന്നെ ഉയർന്ന സ്പെഷ്യൽ സെക്രട്ടറി ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ സൈഡിലേക്ക് മാറും. അറിയില്ല, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS വരെ കൺഫർ ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ് നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ലെവലിൽ കയറി ഉയർന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് എത്തണം. ആ ഒരു വിഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തരാ എന്നുള്ളത് തന്നെയാണ് ഈ സിലബസിന്റെ പർപ്പസ്. അപ്പൊ നയരൂപീകരണം, പോളിസീസ് അവർ നടത്തുന്നു. ഇപ്പം നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് കയറുമ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും നിങ്ങൾ. പക്ഷെ പിന്നെ എന്താ സ്പെഷ്യൽ സെക്രട്ടറി ആവുന്നു, അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലെ. മാനേജ്മെന്റ് ഇറ്റ്സ് ദ മീൻസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ അല്ലെ. ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അത് തന്നെയാണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു തിങ്കിങ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. മാനേജ്മെന്റ് ഒരു ഡൂയിങ് ഫംഗ്ഷൻ ആണ്. ഡൂയിങ് ഫംഗ്ഷൻ പണിയെടുക്കുന്നത് കൂടുതൽ മാനേജേഴ്സ് എന്ന് മനസ്സിലായി കാണും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിൽ നേതാക്കന്മാർ നയരൂപീകരണം നടത്തും, പണിയെടുക്കുന്ന അണികളാണ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ കേസ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് നമ്മളുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ ഇന്ന് ഇതിനെ വിളിക്കുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ലോ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം രണ്ടും മാനേജ്മെന്റ് തന്നെയാണ് അല്ലെ. നിങ്ങളുടെ മനസ്സിലിരിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി ഡിസിഷൻസ് ഒക്കെ അതുകൊണ്ട് തന്നെ എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും. ഇത് അവരെടുത്ത ഡിസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ്സ് എന്ന് പറയുമ്പോൾ their decisions are influenced by external factors. ഇപ്പം ഒന്ന് ആലോചിക്കുക, പ്രൈം മിനിസ്റ്റർ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ വിദേശകാര്യ ബന്ധം, ഫോറിൻ റിലേഷൻസ് ഫാക്ടറൈസ് ചെയ്യണം, ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടായിരിക്കും പ്രൈം മിനിസ്റ്റർ ഒരു ഡിസിഷൻ എടുക്കുക. പക്ഷെ പ്രൈം മിനിസ്റ്റർ എടുത്ത ഡിസിഷൻ ഒരു ക്ലറിക്കൽ ലെവലിൽ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഡിസിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക, അങ്ങനെ ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു ക്ലർക്ക് അത്രയും കിടന്ന് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം ആ പണി അവിടെ കഴിഞ്ഞു. ക്ലർക്കിന്റെ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ പലതരത്തിലുള്ള ബാഹ്യ ഘടകങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഇവിടെ മാനേജ്മെന്റ് കേസിൽ ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്ത്യയിൽ ഒരു IAS കാരൻ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്ക് അകത്തുള്ള ഘടകങ്ങൾ ആയിരിക്കും അദ്ദേഹം കൂടുതൽ ഫാക്ടറൈസ് ചെയ്യുക അല്ലെ. അവരുടെ വാല്യൂസ്, ബിലീവ്സ്, ഒപ്പീനിയൻസ് ഒക്കെ ആയിരിക്കും അവിടെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ജനറലി സ്പീക്കിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ലെവലിലുള്ള മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് വിളിക്കുന്നത്. മാനേജ്മെന്റ് എന്നൊരു വാക്ക് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ബിസിനസ് ഓണ്ടർപ്രൈസസിലാണ്. പ്രൈവറ്റ് ബിസിനസ് ഓണ്ടർപ്രൈസസിലാണ് മാനേജ്മെന്റ് എന്നൊരു വാക്ക് യൂസ് ചെയ്യുക. പക്ഷെ ഗവൺമെന്റിലും അപ്പർ ലെവൽ മാനേജ്മെന്റ് പൊസിഷൻ നോക്കിയുള്ള വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുണ്ട്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ക്ലിയർ കട്ട് അല്ല. ഇപ്പൊ ഗ്രാവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിനെയോ ഇലക്ട്രോണിനെയോ ഡിഫൈൻ ചെയ്യുന്ന പോലെ ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. പലയിടത്തും പല സോഴ്സാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ പഠിക്കാം. ഇപ്പൊ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ ഫിലോസഫിക്കൽ സബ്ജക്ട്സ് ആണ്. അപ്പൊ അതിനകത്ത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ അത് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് തന്നെ പഠിച്ചാൽ മതി. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാം. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെന്ന് ഒരു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേരള ഗവർണൻസിനകത്ത് നമുക്ക് പണ്ടുള്ള ഒരു സിലബസ് ആയിരുന്നു, ഇപ്പോഴുണ്ട് ഇത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെ. നിയമനിർമ്മാണം, അതില് സിവിൽ സർവൻസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റുകൾക്ക് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം. ഒരു വലിയ പ്രധാനപ്പെട്ട റോളുണ്ട് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ പോളിസികൾ രൂപീകരിക്കലാണല്ലോ അവരുടെ പണി. അപ്പൊ അതൊരു സെമി ലെജിസ്ലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നയങ്ങൾ, റൂൾസ് രൂപീകരിക്കുക, നിയമങ്ങൾ രൂപീകരിക്കുക ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരു നയനിർമ്മാണം അല്ലെങ്കിൽ നിയമനിർമ്മാണ ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻ എങ്കിൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ കാര്യനിർവഹണമാണ്, എക്സിക്യൂഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വരിക. ഇതിന് കുറെ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇട്ടിട്ടുള്ളത്. മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. സോ അടിപൊളിയായിട്ട് എല്ലാവരും പഠിച്ചു. ഇനി അടുത്തൊരു ക്ലാസ് ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.